തെരഞ്ഞെടുപ്പ് കാലത്ത് സംവാദങ്ങൾ സാധാരണവുമാണ്. എന്നാൽ വിളിച്ചു വരുത്തിയ രാഷ്ട്രീയ കക്ഷി പ്രതിനിധികളെല്ലാം ഒന്നിനു പിറകെ ഒന്നായി ഇറങ്ങിപ്പോയാലോ? അവതാരകൻ എങ്ങനെ ഇടപെടാൻ പാടില്ല എന്നതിനുകൂടി ഉദാഹരണമാണ് കോട്ടയം കോരുത്തോട്ടിൽ ഇന്ന് നടന്ന പരിപാടി. No. You just be there. Just be there. I will come to you. You just wait for your turn. You please wait for your turn. This is wrong, father. സ്വന്തമായിട്ട് അഭിപ്രായം പറയുന്നത് അത് പറയൂ. ഞാൻ ഭയക്കുന്നില്ല. വന്യജീവി ആക്രമണവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ് ഉന്നയിക്കപ്പെട്ടത്. സാക്ഷാൽ PC ജോർജിന് പോലും പിടിച്ചു നിൽക്കാനായില്ല. പോരാത്തതിന് അവതാരകന്റെ നിരന്തര ഇടപെടലും. I am the moderator here. You may please be seated. What moderator? You may please be seated. You are saying. No, you are not. You are uttering absolute nonsense. You please be seated. You please be seated. വാഴൂർ അദ്ദേഹം പോകാൻ തുടങ്ങുന്നു. അദ്ദേഹത്തിനോട് ചോദ്യങ്ങളുണ്ടെങ്കിൽ ചോദിക്കുന്നേ. അദ്ദേഹത്തിന് ടെൻഷനൊക്കെ ഉണ്ടാവും. ചോദ്യം ചോദിക്കൂ. എന്റെ ചോദ്യം LDF-നോടാണ്. ശരി. ജനവാസ മേഖലയിൽ ഇറങ്ങി വാഴൂർ സോമനും സെബാസ്റ്റ്യൻ കുളത്തെങ്കിലും അധികം വൈകാതെ സ്ഥലം കാലിയാക്കി. ഒടുവിലെത്തിയ ആന്റോ ആന്റണി സംസാരിച്ചു തുടങ്ങിയതും ദേ വീണ്ടും അവതാരകൻ. നിയമം നടപ്പിലാക്കുകയും നിയമം നിർമ്മിക്കുകയും ചെയ്യുന്ന നമ്മൾ പറയുന്ന ആശങ്കയാണ്. തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി മലയോര സംരക്ഷണ സമിതി സെന്റ് ജോർജ് സ്കൂൾ മൈതാനത്ത് ക്രമീകരിച്ച കർഷക മഹാസമ്മേളനമാണ് ബഹിഷ്കരണ വേദിയായി മാറിയത്. പരിപാടിക്കിടെ അവതാരകന്റെ മോശം പെരുമാറ്റമാണ് ഉണ്ടായതെന്ന് ആന്റോ ആന്റണി പ്രതികരിച്ചു. അഡ്വക്കേറ്റ് ജോണി കെ ജോർജ് ആയിരുന്നു അവതാരകൻ. മാതൃഭൂമി ന്യൂസ്, പത്തനംതിട്ട.